ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫ്രീഡം വേൾഡ്. ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന, നമുക്ക് അടിപൊളിയായി വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന 10 സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്പർ 10, പൂവാർ ഐസ്ലാൻഡ്. നെയ്യാറ്റിൻകരയിലെ ഒരു വിനോദസഞ്ചാര പട്ടണമാണ് പൂവാർ. പൂവാർ ഒരു പ്രകൃതിദത്ത തുറമുഖമായ വിഴിഞ്ഞത്തിന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. പൊഴിയൂർ ബീച്ച്, പൊഴിക്കര എന്നറിയപ്പെടുന്നത് പൂവാറിനടുത്താണ്. പൂവാർ തടി, ചന്ദനം, ആനക്കൊമ്പ് സുഗന്ധദ്രവ്യങ്ങളുടെ കേന്ദ്രമാണ്. നമ്പർ 9, കേരള കഥകളി സെന്റർ. ഇന്ത്യയുടെ സമ്പന്നമായ ഈ പൈതൃകം 1994 മുതൽ ഫോർട്ട് കൊച്ചിയിലെ കഥകളി കേന്ദ്രം പുരാതന കലകളെയും സംസ്കാരത്തെയും പരിപോഷിപ്പിക്കുന്നു. അമൂല്യമായ പാരമ്പര്യങ്ങളുടെ ഒരു സങ്കേതമാണ് ഈ കഥകളി സെന്റർ. നമ്പർ 8, ചോറ്റാനിക്കര ഭഗവതി ടെമ്പിൾ. ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം ഹിന്ദു പരമോന്നത മാതൃദേവതയായ ചോറ്റാനിക്കര ഭഗവതിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. വൈഷ്ണവ പാരമ്പര്യത്തിലെ 108 അഭിമാന ക്ഷേത്രങ്ങളിൽ ഒന്നായി ഈ ക്ഷേത്രത്തെ തരംതിരിച്ചിട്ടുണ്ട്. നമ്പർ 7, ചെമ്പ്ര പീക്ക്. ചെമ്പ്ര കൊടുമുടി വയനാട് കുന്നുകളിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയും പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടികളിൽ ഒന്നുമായ ഇത് നീലഗിരി കുന്നുകൾക്കും വെള്ളരിമലയ്ക്കും സമീപമായി കേരളത്തിലെ വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലുമായി സ്ഥിതി ചെയ്യുന്നു. നമ്പർ 6, കേരള ബാക്ക് വാട്ടേഴ്സ്. മലബാർ തീരത്ത് അറബിക്കടലിനോട് സമാന്തരമായി ഒഴുകുന്ന ഉപ്പ് രസമുള്ള തടാകങ്ങളുടെയും കനാലുകളുടെയും ഒരു ശൃംഖലയാണ് കേരള കായൽ. പരസ്പര ബന്ധിതമായ തടാകങ്ങൾ, നദികൾ, ഉൾക്കടലുകൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. 38 നദികളാണ് ഇതിലുള്ളത്. നമ്പർ 5, കോവളം. കടൽത്തീര റിസോർട്ടാണ് കോവളം. കോവളത്തിന് ചുറ്റുമുള്ള ബീച്ചുകൾ ആഭ്യന്തര അന്തർദേശീയ സഞ്ചാരികൾക്ക് ഒരുപോലെ പ്രിയപ്പെട്ട അവധിക്കാല കേന്ദ്രങ്ങളാണ്. കോവളം എന്നാൽ തെങ്ങുതോട്ടം എന്നാണ് അർത്ഥമാക്കുന്നത്. വേർതിരിച്ച 3 ബീച്ചുകൾ ഇവിടെയുണ്ട്. നമ്പർ 4, വർക്കല. വർക്കല പട്ടണത്തിലാണ് വർക്കല ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമായ അറബിക്കടലിനെ ചുറ്റിയാണ് ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ബീച്ചിനടുത്താണ് ജനാർദ്ദന സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വർഷത്തിൽ 2 തവണ നടക്കുന്ന ആറാട്ടുത്സവത്തിന് ഇത് പേര് കേട്ടതാണ്. നമ്പർ 3, തേക്കടി. പെരിയാർ ദേശീയോദ്യാനത്തിനടുത്തുള്ള ഒരു പട്ടണമാണ് ഇത്. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നും കൂടിയാണ് തേക്കടി. ഇടതൂർന്ന നിത്യഹരിത ഈർപ്പമുള്ള ഇലപൊഴിയും വനങ്ങൾക്കും സമ്പന്ന പുൽമേടുകൾക്കും ഈ വന്യജീവി സങ്കേതം പ്രശസ്തമാണ്. നമ്പർ 2, കുമരകം. കോട്ടയം നഗരത്തിനടുത്തുള്ള ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കുമരകം. ഏറ്റവും വലിയ തടാകമായ വേമ്പനാട് തടാകത്തിനടുത്താണ് ഇതുള്ളത്. 2023 ജനുവരിയിൽ ന്യൂയോർക്ക് ടൈംസ് കുമരകത്തിന്റെ കായൽ ടൂറിസത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. നമ്പർ 1, മൂന്നാർ. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1600 മീറ്റർ ഉയരത്തിൽ പശ്ചിമഘട്ട മലനിരകളിലാണ് മൂന്നാർ സ്ഥിതി ചെയ്യുന്നത്. തേയില വ്യവസായം ആധിപത്യം പുലർത്തുന്ന ഈ പുരാതന തോട്ടം വാസസ്ഥലം വളർന്നു വരുന്ന ഒരു ആധുനിക കുന്നിൻ പ്രദേശം കൂടിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.